സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടി ജീവനക്കാരിക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റിനാണ് പരിക്ക് പറ്റിയത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അർജുൻ രാജുണ്ട്. അർജുൻ, ഒരു സർക്കാർ ഓഫീസിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് ഈ സംഭവത്തെ ഗുരുതരമാക്കുന്നത്. ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സ്ത്രീയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ചെറിയ രീതിയിൽ ഈ പരിക്ക് ഗൗരവമുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ പരിക്കല്ല, പുറത്ത് സ്റ്റിച്ച് ഉൾപ്പെടെ ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റ് അനക്സ് 1, അതായത് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിലുള്ള ബിൽഡിംഗ് അല്ല, അതിന് പുറത്ത് സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ഈ സെക്രട്ടേറിയറ്റിനോട് ചേർന്നിട്ടുള്ള കെട്ടിടത്തിലാണ്, അനക്സ് 1-ലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥയാണ്. അവർക്കാണ് പരിക്കേറ്റത്. ശുചിമുറി ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഈ ക്ലോസറ്റിന്റെ ഒരു ഭാഗം പൊട്ടി വീഴുകയായിരുന്നു. ഇവരും ഈ സമയത്ത് ഈ താഴേക്ക് വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുറത്താണ് മുറി എന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്ത് സ്റ്റിച്ചിട്ടുണ്ടെന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സെക്രട്ടറി അനക്സ് 1-ലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അർജുൻ, ഇത് നേരത്തെ ശ്രദ്ധയിലുണ്ടായിരുന്ന ഒരു അപകടമായിരുന്നോ? ഇത് പ്രതീക്ഷിക്കാത്ത തരത്തിലാണ്. കാരണം അത് ആണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ശുചിമുറി ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അത് ഈ പഴക്കം ചെന്നതാണോ ഈ അപകടത്തിന് ഇടയാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും ഇവർ ശരി അർജുൻ, ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ഓഫീസിനുള്ളിലാണ് ഈ ഒരു അപകടം നടന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തെ ഈ ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.